നമസ്കാരം. തെലുങ്കാനയിലെ പ്രമുഖ സുവിശേഷ പ്രഭാഷകനും ക്രിസ്തീയ മാധ്യമ പ്രവർത്തകനും അപ്പോളജിസ്റ്റുമായ പാസ്റ്റർ പ്രവീൺ പഗഡാലയുടെ വാഹനാപകടത്തിൽപ്പെട്ടുള്ള മരണം വിവാദത്തിൽ. ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി ജില്ലയിലെ രാജമുൻട്രിക്ക് സമീപം കൊണ്ടമുരുവിൽ ആണ് മൃതദേഹം അദ്ദേഹത്തിനെ കണ്ടെത്തിയത്. മാർച്ച് 25 രാവിലെ കൊവ്വൂർ ടോൾ പ്ലാസയ്ക്ക് സമീപം റോഡ് സൈഡിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 45 വയസ്സായിരുന്നു പ്രവീണിന്. അപകട സ്ഥലത്ത് പ്രവീൺ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ തൊട്ടടുത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ വാഹനത്തിൽ മറ്റെന്തെങ്കിലും വണ്ടി ഇടിച്ചതായ സൂചനകളില്ലാത്തത് മരണം ദുരൂഹമാണെന്ന ആക്ഷേപത്തിന് ശക്തി പകരുന്നതാണ്. മൃതദേഹത്തിന് സമീപം അദ്ദേഹം ധരിച്ചിരുന്ന ഹെൽമറ്റ് പോറൽ പോലും ഏൽക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു. ക്രിസ്തീയ പ്രഭാഷകൻ എന്ന നിലയിൽ ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല രാജ്യമെമ്പാടും വലിയ സ്വാധീനമുള്ള അംഗീകാരമുള്ള നേതാവായിരുന്നു പ്രവീൺ പഗഡാല നേരത്തെ തെലുങ്ക് ക്രിസ്ത്യൻ ടെലിവിഷൻ ചാനലായ രക്ഷണ ടിവിയിൽ വർഷങ്ങളോളം വിവിധ പരിപാടികൾ ആങ്കർ ചെയ്തിട്ടുണ്ട്. നിരവധി സംവാദ പരിപാടികളുടെ മോഡറേറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവീണിന്റെ മരണത്തിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ദുരൂഹത ഉയർത്തി. പ്രവീൺ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളിൽ മറ്റേതെങ്കിലും വണ്ടി ഇടിച്ചതായ സൂചനകളില്ലാത്തത് മരണം കൊലപാതകമാണെന്ന് സംശയം ജനിപ്പിക്കുന്നതായും ബന്ധുക്കൾ പറയുന്നു. കൊലപ്പെടുത്തിയതാണെന്ന് സംശയം വർദ്ധിപ്പിക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങളും ക്രൈസ്തവ സമൂഹവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോളജിറ്റിക്സ് മേഖലയിൽ ശക്തനായ പ്രഭാഷകനും സംവാദകനുമായിരുന്ന ഇദ്ദേഹത്തിനെതിരായി നിരവധി വധഭീഷണി ഉണ്ടായിരുന്നതായാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെത് കേവലം ഒരു മരണമല്ല, അതിൽ ദുരൂഹതയുണ്ട് എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നത്. പ്രവീൺ പഗഡാലയുടെ കൊലപാതകത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ക്രൈസ്തവർ രാജമുദ്രി സർക്കാർ ആശുപത്രിക്ക് സമീപം പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. ക്രിസ്തീയ പ്രഭാഷകൻ എന്ന നിലയിൽ ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല രാജ്യമെമ്പാടും വലിയ ഫോളോവേഴ്സുള്ള, സ്വാധീനമുള്ള, അംഗീകാരമുള്ള നേതാവായിരുന്നു പ്രവീൺ. 2018 പ്രളയകാലത്ത് കേരളത്തിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയക്കുന്നതിനും മറ്റും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നതുകൊണ്ട് കേരളക്കരയിലും അദ്ദേഹം വളരെ പരിചിതനായിരുന്നു. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് ഹൈദരാബാദിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കായി നിരവധി സഹായങ്ങൾ എത്തിക്കുന്നതിനും അദ്ദേഹം മുന്നിൽ നിന്നും പ്രവർത്തിച്ചിരുന്നു. ഹൈദരാബാദിൽ സ്വന്തം IT കമ്പനി ഉടമയായിരുന്ന പ്രവീൺ പഗഡാല നേരത്തെ തെലുങ്ക് ക്രിസ്ത്യൻ ടെലിവിഷൻ ചാനലായ രക്ഷണ ടിവിയിൽ വർഷങ്ങളോളം വിവിധ പരിപാടികളിൽ ആങ്കറായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. നിരവധി സംവാദ പരിപാടികളിലും ആങ്കറായി മോഡറേറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ നിശ്ചിത വിമർശനങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ കണ്ണിലെ കരടുമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രവീൺ പഗഡാലയുടെ മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് സഞ്ചരിച്ചിരുന്ന മോട്ടോർ വെഹിക്കിൾ അപകടം പറ്റിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൈക്കിനോ ധരിച്ചിരുന്ന ഹെൽമറ്റിനോ യാതൊരു പോറലും ഏൽക്കാതിരുന്നൊരു സാഹചര്യത്തിൽ മറ്റേതെങ്കിലും വണ്ടി തട്ടി മരിച്ചതാണ് എന്ന കാര്യത്തിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് പ്രവീൺ പഗഡാലയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ആരോപണം. ഇതിനു മുൻപ് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായിരുന്നതായും അവർ പറയുന്നുണ്ട്.